ജന്തർ മന്ദർ സമര നേതാവ് ഐഷി ഘോഷിന്റെ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ. സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന ഷീ ഫെസ്റ്റ് പരിപാടിക്കാണ് VC അനുമതി നിഷേധിച്ചത്. എന്നാൽ അനുമതി ഇല്ലെങ്കിലും പരിപാടി നടത്തുമെന്ന് സർവകലാശാല യൂണിയൻ. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ഏതായാലും ഐഷി ഘോഷ് ജന്തർ മന്ദർ സമര നായിക മാത്രമല്ല, SFIയുടെ പൊരുതുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതാവ് കൂടിയാണ്. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഐഷി ഘോഷിനെയാണ് ഇപ്പോൾ VC വിലക്കിയിരിക്കുന്നത്. എന്താണ് കാരണം പറയുന്നത്? SFI എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? ഉദ്ഘാടനം ചെയ്യുന്നത് SFIയുടെ ജെഎൻയുവിലെ നേതാക്കളും അതോടൊപ്പം തന്നെ ജന്തർ മന്ദിറിലെ സമരത്തിനെല്ലാം നേതൃത്വം നൽകിയ ഐഷി ഘോഷായിരുന്നു. എന്നാൽ വളരെ വിചിത്രമായ ഒരു നടപടി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെയും ക്യാമ്പസ് ഡയറക്ടറുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പരിപാടിക്ക് അനുമതി നിശ്ചയിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയുള്ള സ്റ്റുഡന്റ് യൂണിയൻ SFI നേതൃത്വം നൽകുന്ന യൂണിയൻ ഈ പരിപാടി നടത്തുമെന്ന് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ക്യാമ്പസിന് പുറത്ത് കെട്ടിയ ബാനർ കാണാം. ഗവർണർ ആയിട്ട് ഇന്ത്യയിലെ കണ്ണൂർ VC എന്നുള്ള ബാനറാണ് ഇവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ SFI സ്ഥാപിച്ചിരിക്കുന്നത്. പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. കൃത്യം 11:30 ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടി ക്യാമ്പസിൽ നടക്കും. ഇവിടെ വലിയ പ്രചരണ ബോർഡുകളെല്ലാം ഈ കാണുന്ന രീതിയിലുള്ള പ്രചരണ ബോർഡുകളെല്ലാം പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അവയെല്ലാം നീക്കം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ പ്രചരണ ബോർഡുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഈ പരിപാടി എല്ലാ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ക്യാമ്പസിൽ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രചരണ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിക്കുകയും അല്പസമയത്തിനകം തന്നെ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും ക്യാമ്പസിൽ സംഘപരിവാർ നിഷ്ഠൂരം നടപ്പിലാക്കാനുള്ള ഒരു നയം ഈ യൂണിയുടെ ഭാഗത്തുണ്ടായാൽ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് SFI വ്യക്തമാക്കുന്നത്. SFIയുടെ നേതാക്കന്മാരെല്ലാം ഇവിടെയുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോയൽ ഉണ്ട്. എന്താണ് ഈ ഇങ്ങനെ ഒരു സന്തോഷ്, ഈ ഒരു കാരണം ഉണ്ടാകുമല്ലോ, എന്തുകൊണ്ട് ഐഷി ഘോഷിനെ വിലക്കി എന്നുള്ളതിനൊരു ചോദ്യമുണ്ട്, അതിനൊരു ഉത്തരവുണ്ടാകണം. എന്താണ് VC പറയുന്നത്? SFIയുടെ അഖിലേന്ത്യാ നേതാവ് ഐഷി ഘോഷിന്റെ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ. സർവകലാശാല യൂണിയൻ സംഘടിപ്പിക്കുന്ന ഷീ ഫെസ്റ്റ് പരിപാടിക്കാണ് VC അനുമതി നിഷേധിച്ചത്. എന്നാൽ അനുമതി ഇല്ലെങ്കിലും പരിപാടി നടത്തുമെന്ന് സർവകലാശാല യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദർ സമരത്തിലടക്കം നേതൃത്വം വഹിച്ചയാളാണ് ഐഷി ഘോഷ്. SFIയുടെ വിവിധ പരിപാടികൾക്ക്, ദേശീയ തലത്തിൽ നടന്ന വിവിധ പരിപാടികൾക്ക്, അഖിലേന്ത്യാ തലത്തിൽ നടന്ന വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ പോരാട്ട നായിക കൂടിയാണ് ഐഷി ഘോഷ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന DFI സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സംഗമത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വളരെ കൃത്യമായി തന്നെ മോദി സർക്കാരിനെതിരെ, ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ സമരമുഖത്ത് നിൽക്കുന്ന ഐഷി ഘോഷിനെയാണ് കണ്ണിലെ കരടായി ഇപ്പോൾ കണ്ണൂർ സർവകലാശാല VC കണ്ടിരിക്കുന്നത്. ജന്തർ മന്ദർ സമരം ഫാഷിസ്റ്റ് ഭരണകൂടത്തെ എങ്ങനെയാണ് ജനമധ്യത്തിൽ തുറന്നു കാട്ടിയതെന്ന് രാജ്യം കണ്ടതാണ്. അതിൻ്റെ പ്രതികാര നടപടിയാണ്. അതായത് മോദി ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന VC മാരാണ് രാജ്യമെമ്പാടും ഭരിക്കുന്നത്. അതിലെ ഉദാഹരണം മാത്രമാവുകയാണ് കണ്ണൂർ സർവകലാശാല VC ആയ സാജു. ഏതായാലും സമരമുഖങ്ങളിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള SFI, വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള SFI, SFI തന്നെ ഈ പരിപാടി നടത്തും എന്ന നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയുമാണ്. ഇപ്പോൾ കണ്ണൂർ SFI ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നു. തത്സമയം എങ്ങനെയെല്ലാം പ്രീതിപ്പെടുത്താം എന്ന് നിരന്തരം ഗവേഷണം നടത്തുന്ന വൈസ് ചാൻസലറിൻ്റെ തിട്ടൂരത്തിന് മുന്നിൽ ഈ ക്യാമ്പസ് യൂണിയൻ കീഴടങ്ങുന്ന പ്രശ്നമില്ല. നല്ല നിലയിൽ തന്നെ ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കും. വൈസ് ചാൻസലറിൻ്റെ സമീപനമായിട്ടുള്ള നിലപാട് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. മുന്നേ നമ്മുടെ ക്യാമ്പസുകളിലെ യൂണിയൻ നടത്തുന്ന പരിപാടികളിൽ ദേശവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു സമിതിയെ ഉൾപ്പെടെ രൂപീകരിച്ച VC ആണ് കണ്ണൂർ VC. അന്ന് കണ്ണൂരിൽ വലിയ സമരം SFI നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ തീരുമാനത്തിൽ നിന്ന് VC പുറകോട്ട് പോകുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾ കണ്ണൂരിനകത്ത് കാണും. വരുന്ന ദിവസങ്ങളിലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ സമരം ഉൾപ്പെടെ SFI ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. VC ഒരു 916 സംഖ്യയാണ് എന്ന് അടിവരയിടുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് VC ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം RSS ഇരിക്കാൻ പറഞ്ഞാൽ നിലത്തെഴയാൻ തയ്യാറാണ് ഞാനെന്ന് സൂചിപ്പിക്കുന്ന നിലയിലേക്കാണ് VC ഈ തീരുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിദ്യാർത്ഥികളൊക്കെ വലിയ പിന്തുണ ഈ പരിപാടിക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലെ ഈ വാർത്ത വന്നതിന് ശേഷം മതനിരപേക്ഷവാദികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരും, നമുക്കറിയാം രാജ്യ തലസ്ഥാനത്തുള്ള സമരത്തിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്ന വിവിധ മനുഷ്യർ ആ സമരവുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെട്ടതാണ്.
അത് സോഷ്യൽ മീഡിയയിലായിക്കൊള്ളട്ടെ, മറ്റ് മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, എങ്ങനെയെല്ലാം ആ സമരത്തിന് പിന്തുണ നൽകാൻ വേണ്ടി പറ്റും, ആ നിലയിൽ ആ സമരം പിന്തുണ നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ ആ സമരം വിജയിച്ചിട്ടുള്ളത്. അതേ ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിദ്യാർത്ഥികളാകെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഐക്യപ്പെട്ട് നിൽക്കുകയാണ്. VC-ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ജില്ലയിലുടനീളം ക്യാമ്പസുകളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരും എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും സിജു, SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോയൽ പറഞ്ഞതുപോലെ ഇതിന് ഈ വലിയ വിവാദമുണ്ടായതിനു ശേഷം, വിലക്കുണ്ടായതിനു ശേഷം വർദ്ധിച്ച പിന്തുണയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വലിയ ആവേശത്തിലാണ്. കൂടുതൽ പ്രചരണ സാമഗ്രികളെല്ലാം സ്ഥാപിച്ചുകൊണ്ട് വലിയ പ്രചരണം നടത്തി ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് വലിയ പ്രാധാന്യം കൂടി, അതായത് ഈ VC-യുടെ വിലക്കിന് ശേഷം വലിയ രീതിയിലുള്ള പിന്തുണ പല ഭാഗത്തു നിന്നും നേരത്തെ വിദ്യാർത്ഥികൾ നടത്താൻ തീരുമാനിച്ച ഈ പരിപാടിക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുൾപ്പെടെ വലിയ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ VC-യുടെ നിലപാടിനെതിരെ വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രതിഷേധവുമായി SFI പോകും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കൃത്യം 11:30 തന്നെ ഈ പരിപാടി ഐഷി ഘോഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. സിജു, സന്തോഷം, ഇതിൽ ഈ ഔദ്യോഗികമായി തന്നെ SFI-യെ VC കത്ത് മുഖാന്തരം അറിയിച്ചോ ഈ പരിപാടിയിൽ ഐഷി ഘോഷ് പങ്കെടുപ്പിച്ചാൽ വിലക്കുമെന്നുള്ളത്? കാരണം ഈ പരിപാടി സംഘടിപ്പിച്ച SFI ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി വിപ്ലവ പ്രസ്ഥാനമായ SFI ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിക്കാൻ, അതിന് അനുമതി നിഷേധിക്കാൻ VC-ക്ക് എന്താണ് അധികാരം? MG യൂണിവേഴ്സിറ്റിയിൽ കണ്ടതാണ് അവിടുത്തെ സംഘപരിവാർ അനുകൂലിയായ VC മാവൂത്ത് എടുത്ത നിലപാടുകൾ. സമാനമായി തന്നെയാണ്. ഒരു ചെറിയ മോദിയായി മാറാനുള്ള ഈ നീക്കമാണോ കണ്ണൂർ സർവകലാശാല VC-യുടേത്? ഔദ്യോഗികമായി അറിയിച്ചോ? SFI തിരിച്ചു മറുപടി നൽകിയോ? എന്താണ് വിവരങ്ങൾ? സിജു, അതിന് ഈ ഉത്തരവിൽ അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികൾക്ക് നൽകിയ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നത് മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പരിപാടിക്ക് സെമിനാർ ഹാളിൽ നടത്താൻ പറ്റില്ല, ക്യാമ്പസിനകത്തുള്ള എല്ലാ പ്രചരണ സാമഗ്രികളും നീക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഇവിടെ നിരവധി പരിപാടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരികയാണ്. വിദ്യാർത്ഥി യൂണിയൻ, SFI നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നടത്തിയ പരിപാടികൾക്കൊന്നും VC-യുടെ അനുമതി സാധാരണഗതിയിൽ വാങ്ങേണ്ടതില്ല. അത് ക്യാമ്പസ് ഡയറക്ടറുടെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ അനുമതിയാണ് വാങ്ങുന്നത്. ഇത് കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഐഷി ഘോഷ് വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്ര ന്യായവാദം VC ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് യൂണിയൻ ഭാരവാഹികൾ ചോദിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നിൽ മറ്റൊന്നുമില്ല. അതിന് പിന്നിൽ സംഘപരിവാറിന്റെ അജണ്ടയാണുള്ളത്. ഐഷി ഘോഷ് എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥി നേതാവിനെ ഈ ക്യാമ്പസിൽ പരിപാടിക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഈ RSS-ന്റെയും BJP-യുടെയും ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിനായാണ് ഈ VC